നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും പയറുതോരനും ഉണ്ടാക്കാം. പയറുതോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? പയറ് വേണം. പയർ ഞാൻ കുറച്ച് 1 മണിക്കൂർ മുമ്പ് എടുത്ത് വെള്ളത്തിൽ ഇട്ടായിരുന്നു. പയർ കാണാൻ പറ്റുമോ? പയറുണ്ട് അതിനകത്ത്. ഞാൻ കുറച്ച് മുമ്പ് എടുത്ത് പയറെടുത്ത് വെള്ളത്തിൽ ഇട്ട് നമുക്ക് അരി എടുക്കാം. അരി കഴുകി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് എനിക്ക് മാത്രം വേണ്ടി വെച്ചാൽ മതി. നമുക്ക് ഇനി അരി കഴുകി വൃത്തിയാക്കിയിട്ട് ചോറുണ്ടാക്കാൻ നോക്കാം. പാത്രത്തിൽ വെള്ളം വെച്ച് ഒന്നായി കൊടുത്ത് നമ്മൾ അരി വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം അതിന് എന്ത്. ഇപ്പം എന്തായാലും നമ്മൾ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി അടുത്തത് നോക്കാം. ഇനി പയറുണ്ടാക്കാം. നമ്മൾ അരി വെച്ചിട്ടുണ്ട്, ഇതാണ്ട് പിന്നെ പയർ. ഇതൊക്കെ എൻ്റെ ഒരു ഏകദേശം വെച്ചിട്ടാണെല്ലാം വെക്കുന്നത്. കറക്റ്റ് ഒന്നും ആയിരിക്കണമെന്നില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് പയർ തോരൻ ഉണ്ടാക്കാനായിട്ട് തേങ്ങയെല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സിയിട്ട് അടിച്ചെടുക്കാം. കുറച്ച് തേങ്ങ വായിക്കണം. നമുക്ക് തേങ്ങ ഇട്ട് മിക്സി ജാറെടുത്ത് ജാറിനകത്തിട്ട് അടിച്ചെടുക്കുക. മുടി ജാറൊന്ന് കഴുകട്ടെ. തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു പച്ചമുളക്, അത് മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ പയർ നമ്മൾ വേവിച്ച് തന്നെ ആയിരിക്കും, മറ്റേ വെള്ളത്തിട്ടിങ്ങനെ പുഴുങ്ങിയെടുക്കത്തില്ലേ, അപ്പം വേവിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് എനിക്കറിയത്തില്ല എന്തുവന്ന്. നമ്മൾ ചോറ് അരി ഇവിടെ കിടന്ന് വേവുന്നുമുണ്ട്. ഓക്കെ, നമുക്കിതിനകത്തിന് നേരത്തെ നമ്മൾ മറ്റേ മിക്സിക്കകത്ത് അടിച്ചിട്ട മറ്റേ തേങ്ങ ഉണ്ടല്ലോ, അതിനകത്ത് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ച് വരട്ടി. ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കേട്ടോ. കുറച്ച് ഫോൺ എടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതാണ് ഇട്ട് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത്. ഞാൻ കടുക് ഇങ്ങനെ പൊട്ടിയൊക്കെ വരും, പൊട്ടുന്നൊക്കെ ഉണ്ട്. പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ട ഞാനിവിടെ കറിവേപ്പില, വറ്റൽമുളക് അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ മൂപ്പിക്കണം. അതൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് മറ്റേ നേരത്തെ എടുത്ത് വെച്ച് അരച്ച തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ എടുത്ത് ഇനി അതൊട്ട് ഇടണം. ഓക്കെ, ഞാനത് എക്സ്പേർട്ട് അല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. ഞാൻ തേങ്ങയും പയറും ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ലേശം എന്തെന്നറിയത്തില്ല, കുറച്ചൊന്ന് ചൂടാക്കി ഇതാക്കി നോക്കാം. എന്നിട്ട് കഴിച്ച് നോക്കാം. ഫസ്റ്റ് ട്രൈ എന്താവുമെന്ന് അറിയാൻ വയ്യ. കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ഇത് ക്വാണ്ടിറ്റിയിൽ കുഴപ്പമില്ല, വൈകിട്ട് അവർ വരുമ്പം അവരുടെ കൊടുക്കാമല്ലോ. ചെറുതോരൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കുഴഞ്ഞു പോയോ എന്നൊരു സംശയം. എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. ചോറ് അവിടെ വേവുന്നുണ്ട്. ഇത് സെറ്റായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം പയറുതോരൻ എങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മനസ്സിലായി കാണുമായിരിക്കും. അപ്പം എൻ്റെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വേറെ ഒരു വെറൈറ്റി ഡിഷുമായിട്ട് ഇനിയും വരാൻ നോക്കാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ.